കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൂടെ കൂട്ടാൻ ഉപേക്ഷ വിചാരിക്കല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാനാണ്. ജയ്പൂർ സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു ജയ്പൂർ രാജസ്ഥാൻ ഗ്രാമം ഉണ്ട് എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? ഈ ഗ്രാമം കാഴ്ചകൾ നിങ്ങൾക്ക് ദുബായിലും കാണാൻ കിട്ടുമെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അവിടെ ഒരു ബോർഡ് കണ്ടു മനസ്സിലാക്കുന്നത്. ഇത് ജയ്പൂർ സിറ്റിക്കകത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഏക്കർ കണക്കിന് സ്ഥലത്തെ ഒരു ഗ്രാമം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരും ഇവിടെ ജോലി ചെയ്യുന്നവരുമാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം അവരുടെ വേഷങ്ങളും എല്ലാം ഗ്രാമത്തിലെ ആൾക്കാരുടെ അതേപോലെ ഒരു റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ടിക്കറ്റ് ഇത്തിരി കോസ്റ്റ്ലിയാണ്. 2000 മേലെയാണെന്ന് തോന്നുന്നു പെർ ഹെഡ്. ഞാനിത് കുറേ വർഷങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. എങ്കിലും നമുക്ക് അവിടെ കാണുന്ന എല്ലാ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കിട്ടും. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ മാത്രമേ ഉള്ളൂ ഇത് വർക്കിംഗ്. ചേർന്നുള്ള ഗ്രാമത്തിലെ മൊത്തം ആൾക്കാർ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അതായത് അവർ രാവിലെ ജോലിക്ക് പോകും, എന്നിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ജോയിൻ ആവുക. 11 മണി വരെ ഉള്ളൂ. അതായത് ഗ്രാമത്തിലെ ഇതിന് കാളവണ്ടിയിൽ പോകണോ, ആനയുടെ പുറത്ത് കയറണോ, കുതിരവണ്ടിയോ, ക്യാമലോ എന്നും വേണ്ട. അത് പോരാഞ്ഞൊരു ആർട്ടിഫിഷ്യൽ തടാകമാണ് കേട്ടോ. രാത്രിയിൽ ഇതിൽ കൂടെയുള്ള യാത്ര പറഞ്ഞറിയാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. ഇതിൻ്റെ സൈഡിലല്ല, ഇത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മോള് വെക്കേഷൻ വന്നപ്പം പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവർ ലണ്ടൻ സെറ്റിൽഡ് ആണ്. അപ്പോൾ അവർ വന്നപ്പം അവരുടെ കൂടെ പോയതാണ്. അവരുടെ ആ ലേഡി അവരുടെ കുട്ടികളും തന്നെ വന്നു. അങ്ങനെ അവരുടെ കൂടെ പോയതാണ്. ആദ്യം എടുത്ത വീഡിയോസൊക്കെ എനിക്ക് എവിടെയോ ഫോൺ കംപ്ലൈൻ്റ് ആയി അങ്ങനെ എന്തോ പോയത്. അതായത് 2022 വീഡിയോ. ഇതിൻ്റെ ഷോർട്സൊക്കെ ആ ടൈമിലൊക്കെ എൻ്റെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു യാത്ര മറക്കാൻ പറ്റില്ല കേട്ടോ. ഇതിനകത്തെല്ലാം മണ്ണിൻ്റെ വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിനകത്ത് ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവർ റൊട്ടി ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെയുള്ള വീഡിയോ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കത് വലിയ വിഷമമായി പോയി കേട്ടോ. ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് കയറാം. ആ ഒരു വിഷമത്തില്ല ഞാൻ ഈ വീഡിയോ ഇതുവരെ ഇടാതിരുന്നത്. രണ്ടുപേരും പിടിച്ചോളാം നല്ലോണം. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളവർക്കറിയാം. അതിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരും. ഞങ്ങളൊരിക്കൽ ഈജിപ്തിൽ പോയിട്ടിരുന്നു. അന്നൊന്നും ചാനലില്ലായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ മിസ്സായിപ്പോയി ആ കാഴ്ചകളൊക്കെ. അന്നും ഒരിക്കൽ ഞാനിതുപോലെ കയറിയിട്ടുണ്ട്. അയ്യോ, ശരിക്കും നമ്മൾ വീണ് പോകുന്ന പേടിയാവും. ഇത് മോളുടെ ഫോണിൽ കിടന്ന ഒരു മിസ്സായ ഒരു വീഡിയോ ക്ലിപ്പിങ്ങാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയപ്പോൾ മെഹന്തി ഡിസൈൻ, അവരുടെ മെഹന്തി ഡിസൈൻസൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു നാട്ടും പുറത്തുള്ള കേട്ടോ. നമ്മളില്ല പണ്ടില്ല ബോക്സിനകത്ത് കോയിനിട്ട് സിനിമ കാണുന്ന പരിപാടി പോലത്തേതൊക്കെ. അതുപോലെ ഇത് പിന്നെ അങ്ങോട്ട് ഹാൻഡിക്രാഫ്റ്റ്സാണ്. ഈ നാച്ചുറൽ കളേഴ്സ് ഭയ്യ, ഈ നാച്ചുറൽ കളർ രാജസ്ഥാൻ ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ കോട്ടണും അന്താരാഷ്ട്ര നിലവാരം ഉള്ളതാണ്. അത് നമുക്ക് അറിയാവുന്നതല്ലേ. ഇതൊരിക്കലും ഇതിൻ്റെ പ്രിൻറ്റുകൾ മങ്ങില്ല കേട്ടോ. ഇവരുടെ കോട്ടൺ അത്രയ്ക്ക് നല്ല കോട്ടണാണ്. അതുപോലെ ഇത് ഒരു പ്രത്യേകതരം മരത്തിൻ്റെ തടിയിലാണ് ഇവർ ഈ പാറ്റേൺസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഓർത്ത് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു. നല്ല നല്ല ഡിസൈൻസ് നമുക്ക് വാങ്ങാനും കിട്ടും. ഇതെല്ലാം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം, എന്ത് വേണമെങ്കിലും അവിടെ. അതാ ഇങ്ങനെ നാച്ചുറൽ കളേഴ്സിൽ മുക്കി ഇവർ ഈ ക്ലോത്തിൽ വെക്കുന്നത്. ये सूखने में कितने दिन लगेगा भैया? आधा घंटे में? ആള് പറഞ്ഞത് 1/2 മണിക്കൂർ കൊണ്ട് അത് നമ്മൾ ക്ലോത്തിൽ അത് ഉണങ്ങി കിട്ടും എന്നാണ്. दुपट्टा देखना है फुलकारी वाला. ഇവിടെ നമുക്ക് രാജസ്ഥാനിലെ എന്ത് സാധനവും വാങ്ങാൻ കിട്ടും. അതുപോലെ ഗ്രാമങ്ങളിലെ ആൾക്കാരുണ്ടാക്കുന്ന തടിയുടെ കളിപ്പാട്ടം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഇഷ്ടമല്ല. അവർക്ക് കാണാനെങ്കിലും ഇത് ഇവിടെ വന്ന ഒരു അവസരം കിട്ടും. അതുപോലെ കോപ്പറിലെ പാത്രങ്ങൾ, അത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും കോപ്പറിലെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്ന ഏരിയ ഇത് കേട്ടോ. എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ നോ ഡൗട്ട് ജുംകാസ്. അത് രാജസ്ഥാൻകാരുടെ ഇങ്ങനെ മിറർ ഫിക്സ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ഇത് തന്നെയാണ്. എനിക്കങ്ങനെ സ്വർണ്ണത്തിൻ്റെ ഒന്നും ഇടാൻ വലിയ താല്പര്യമില്ല, അതെന്നെ അറിയാവുന്നവർക്കൊക്കെ നല്ലപോലെ അറിയാം. പിന്നെ ഇതെന്ന് പറയുന്ന അരിമണിയിൽ ഇങ്ങനെ നമ്മുടെ പേരെഴുതും കേട്ടോ. ഇദ്ദേഹത്തിന് പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഇത് തൂവലില്ലേ, തൂവലിൻ്റെ ആ കനം കുറഞ്ഞ ആ ഒരു ഇതെടുത്തിട്ടാണ് ബ്രഷാക്കിയാണ് ഇവർ ഈ വരയ്ക്കുന്നത് കേട്ടോ. അയ്യോ എൻ്റെ ഭഗവാനെ, കണ്ട് സൂക്ഷിച്ച് നോക്കുമ്പം നമ്മുടെ കണ്ണൊക്കെ കഴയ്ക്കും. ഒരു നല്ല പ്രായമുള്ള ആളാണ് കേട്ടോ. ഓ, അപാര ടാലൻ്റാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി അതിൽ എഴുതി തരും. അപ്പം തന്നെ നമുക്കത് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലാക്കി തരും കേട്ടോ. ആള് താജ്മഹൽ ഈ ഒറ്റ അരിമണിയിലുണ്ടാക്കിയാണ് പുള്ളിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേരെഴുതി കൊടുക്കും. എന്നിട്ട് അതൊരു എന്തോ ഒരു ഗം വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗ്ലാസ് ഇട്ട് കീ ചെയിനും ഒക്കെ അങ്ങനെ ഉണ്ടാക്കും. ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, താജ്മഹൽ കണ്ടോ, ഒറ്റ അരിമണിയിൽ എഴുതിയിരിക്കുകയാണ്. ഇതിനാണ് ആളിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓ, അമേസിങ് ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എന്ത് വേണേലും ആ ആൾ ആ അരിമണിയിൽ നമുക്ക് എഴുതി തരും. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആൾ അത് റെഡിയാക്കി വെക്കും. പിന്നെ അവർ പറഞ്ഞ ലണ്ടനിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ കൊടുക്കാനായിട്ട് കുറേ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം വന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സതിയൊക്കെ റിക്രിയേറ്റ് ചെയ്തൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വീഡിയോ മിസ് ചെയ്ത്. അന്ന് നന്നായി വീഡിയോ എടുത്തല്ലോ എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇപ്രാവശ്യം അതൊന്നും എടുക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ഒരു പ്രാന്ത് പറഞ്ഞല്ലേ, ഇത് രണ്ടാമത്തെ പ്രാന്താണ്. ഇത് വളകൾ, ഇതിലെ രാജസ്ഥാനിലെ ലാക്ക് വളകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ പണ്ട് ഒരു റിസോർട്ടിൽ, രൺഥംബോറിലെ റിസോർട്ടിൽ വെച്ചിട്ട് ഓർമ്മയുണ്ടോ? എന്തിനും ഇവർ ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഡയറിയുടെ കവറയിലും ഇവർ ഗ്ലാസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കും. പക്ഷെ നല്ല ഭംഗിയാണ്. പേനായാലും ഗ്ലാസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കും. 100 rupees കേട്ടോ. അവിടെ ഒരു പ്രശ്നം എനിക്ക് വന്നത്, എൻ്റെ കൈക്ക് പാകമായ വളകളൊന്നുമില്ല. എൻ്റെ കൈയുടെ സൈസ് കുറച്ച് ചെറുതാണ്. ഇത്തിരി വലിപ്പമുള്ളതായിരുന്നു എല്ലാം. ഇത് പിന്നെ രാജസ്ഥാനിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കിട്ടുന്ന ഇതാണല്ലോ, അവരുടെ ഒരു ആർട്ട് ഫോമാണ് ഇത്. നമുക്ക് എവിടെ ചെന്നാലും കാണും. പിന്നെ നമ്മുടെ കൂപ്പണൊക്കെ കാണിച്ച് നമ്മൾ കഴിക്കാൻ കയറി 11 മണിയാവുന്നു. ഇരുന്നാണ് അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ആഹാരം കഴിക്കേണ്ടത്. എങ്കിലും ആ വന്ന ലേഡിക്ക് കുറച്ച് നടുവിന് ഇഷ്യൂ ഉള്ള കാരണം അവർക്ക് നിലത്തിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ചെയറിലായിരുന്നത്. ശുദ്ധമായ പശുവിൻ്റെയൊക്കെ നെയ്യാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ये कौन सा रोटी है? सादा रोटी, सादा गेहूं की। और ये वाला बाजरा, इसके भी लगाओ मक्खन। हाँ लगाएंगे. ഇവിടെ നോർമലി അങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നോൺ വെജ് ഫുഡൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ കഴിച്ച് ചത്തു പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, കഴിച്ച് തീരുന്നതിന് മുമ്പ് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ये चीनी है क्या? हाँ जी, ये पूरा है राजस्थानी. अब इसको मिलाओ, मिक्स करो और फिर खाओ. खीर जैसे लगेगा. खाने के बाद उठाएगा कौन यहाँ से इंसान. अयो, ഇത് മധുരിക്കുന്നതല്ലേ, അങ്ങനെ കഴിക്കും. अब दियो करे खा रहे हैं, अब दिए करे खा रहे, वरना खाते नहीं. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഉറപ്പായിട്ടും പുറത്തു നിന്ന് ടൂറിസ്റ്റുകൾ അപ്പം ആ വിസിറ്റിന് വരും. എന്തുമാത്രം ആൾക്കാർക്ക് ജോലി കിട്ടി ഈ നാട്ടിലെ. എന്തോരം ആൾക്കാർ പ്രായഭേദമന്യേ ഇവിടെ ജോലി ചെയ്യുന്നത്. പകൽ അവർ ജോലിക്ക് ഒരു പാർട്ട് ടൈം ജോബ് പോലെ അവർ ഇവിടെ ജോലി ചെയ്യുന്നത്. നമുക്കും ആപ്ലിക്കബിൾ ആക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ ആ ഒരു തമ്പനെയിൽ പറഞ്ഞത്. ഇനിയും വരുന്നവരെങ്കിലും ഇങ്ങനെ, ഞാനത് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 hours എങ്കിലും വേണം. നിങ്ങളുടെ ഷോപ്പിംഗ്, ഫുഡ് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് അതിൽ കവറാവും. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അറിയായിരുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ദുബൈയിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് അവിടെയുണ്ട് ഇത്, നിങ്ങൾക്ക് അവിടെയും പോയി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചകൾ കാണുന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ യാത്രയിൽ എന്നെ കൂടെ കൂട്ടണേ.